ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓരോ സ്റ്റുഡിയോ ഫൈൻസ് ആണ്. ഞാൻ സ്റ്റുഡിയോ പോകുമ്പോൾ വാങ്ങിക്കാറുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലേഡീസ് സ്റ്റോർ, ഫാൻസി സ്റ്റോറിലൊക്കെ പോയിട്ട് സാധനങ്ങൾ, കൺമഷി, ഐലൈനർ, പൊട്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളൂ. അല്ലാണ്ട് ബ്രാൻഡഡ് ആയിട്ട് ഇന്നത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്തായിട്ടൊരു 1 ഇയറൊക്കെ ആയിട്ട്, ഒന്ന് രണ്ട് ഇയറായിട്ട് ഞാനൊരു ബ്രാൻഡിൻ്റെ ഫാനായി മാറി. അത് വേറെ ആരുമല്ല, നമ്മുടെ ടാറ്റയുടെ സ്റ്റുഡിയോയുടെ ബ്രാൻഡാണ് ഇത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ കാണുന്നവർ കാണാമായിരിക്കും, മിക്ക ദിവസങ്ങളിലും സ്റ്റുഡിയോയിലായിരിക്കും. കാരണം അവർക്ക് അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അഡ്വർടൈസ്മെൻ്റ് ഇല്ല. അവരുടെ പ്രോഡക്റ്റ്സ് നമുക്കൊന്നിലും അഡ്വർടൈസ് അവർ ചെയ്യാറില്ല. പിന്നെ 999 താഴെ അവർക്ക് ഒറ്റ പ്രോഡക്റ്റ്സും ഇല്ല. എനിക്ക് തോന്നുന്നു ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാത്തിനും വില കൂടുതലായിരിക്കും, പക്ഷേ ഇവരുടെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ റീസെൻ്റ് ഫാനായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം. അതിലൊന്നാണ് അവരുടെ കാജൽ. സ്റ്റുഡിയോൻ്റെ 79 റുപ്പീസ് ഉള്ളൂ ഈ കാജലിന്. സാധാരണ കാജലിനും ഏകദേശം ഒരു 100 ബിലോക്ക് കിട്ടും തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും എനിക്ക് ഇവരുടെ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ്. എനിക്ക് തോന്നുന്നു 4-ാമത്തെയോ 5-ാമത്തെയോ ആണ് പാക്കറ്റ്. സ്റ്റുഡിയോ എൻ്റെ എല്ലാ പ്രോഡക്റ്റ്സിനും സ്റ്റുഡിയോ എന്ന് എഴുതിയിട്ടുണ്ടാവുന്നത്. ഞാനിപ്പോൾ കണ്ടൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ ഓൾറെഡി വലിയ കണ്ണാണ്. മൈനില്ല, പരക്കുന്നില്ല. അപ്പോൾ റീസെൻ്റായിട്ട് ഇവരുടെ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഗ്രീനുണ്ട്, ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെപ്പോഴും ബ്ലാക്ക് ആണല്ലോ നല്ലത്. പക്ഷേ ചില ഒക്കേഷൻസിലൊക്കെ ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ ഒക്കെ നന്നായിട്ടുണ്ടായിരിക്കും. അടുത്തത് വന്നിട്ടാണ് അവരുടെ തന്നെ ഐലൈനർ. ഇതിന് കാജലിന് 79 ആണെങ്കിൽ ഇതിന് 99 ഉള്ളൂ. പൊട്ടിക്കണതാണ് അടുത്ത വലിയ ടാസ്ക്. കേട്ടോ, ഞാൻ കണ്ണടച്ചിട്ടാണ് ഗൈസ് കണ്ണെഴുതുക. എനിക്ക് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ച് എഴുതാൻ എനിക്കറിയില്ല. എന്തോ ചെറുപ്പം തൊട്ട് എങ്ങനെയാണ് ഞാൻ കണ്ണടച്ചിട്ടാണ് ഇങ്ങനെ മുകളിൽ കൂടെ, ഇതിൻ്റെ മുകളിൽ കൂടെ എഴുതുക. കുറേ പേർക്ക് ഞാൻ കണ്ണ് തുറന്ന് എഴുതാൻ, എൻ്റെ കസിൻസൊക്കെ ഒരുപാട് പേര് കണ്ണ് തുറന്നിട്ട് എഴുതാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ കണ്ണ് തുറന്ന് എഴുതുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് കണ്ണടച്ച് എഴുതണേന്ന്. പക്ഷേ കണ്ണ് മുഴുവനെ അടക്കില്ല. നമ്മളിങ്ങനെ ധ്യാനിക്കായിരിക്കുമ്പോൾ കണ്ണിങ്ങനെ പോലെ ആ ഒരു പൊസിഷനിലാണ് ഞാൻ കണ്ണെഴുതുക. അപ്പോൾ എനിക്കിതും നന്നായി ഇതായി തോന്നി. ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് ഇടുന്നത്. ഇവിടെ ഗ്ലാസ്സോ ഇതൊന്നും ഇല്ല. അപ്പം എനിക്ക് കുഴപ്പമില്ല കണ്ണ് എഴുതാനായിട്ട്. ഞാൻ ഫോൺ നോക്കിയിട്ടായാലും മേക്കപ്പ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. അടുത്ത പ്രോഡക്റ്റ്സാണ് ഇപ്പം കാജൽ 79, ഐലൈനർ 99. ഇത്രയുള്ള അഫോർഡബിൾ. ഞാൻ പറഞ്ഞില്ല, നല്ല അഫോർഡബിളാണ്. അടുത്തതാണ് സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക്ക്. എനിക്ക് അവിടെ പോയാലും ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ എൻ്റെ ഷെയ്ഡ് കിട്ടാറില്ല. എന്നിട്ട് ഞാൻ വേറെ ഏതോ ഷെയ്ഡ് അവരൊക്കെ പറയുന്ന എനിക്ക് ഭംഗിയുണ്ട് എന്ന് പറയുന്ന ഷെയ്ഡൊക്കെ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് സ്വന്തമായിട്ടൊരു ഷെയ്ഡുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇത് വന്നിട്ട് പ്ലംപ് ഡസ്റ്റി റോസ് നമ്പർ 2. പ്ലംപ് ഡസ്റ്റി റോസ് നമ്പർ 2 കാണുന്നില്ലല്ലേ. സ്റ്റുഡിയോൻ്റെ തന്നെയാണ് ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ അത് ഞാൻ ഇട്ടേക്കണേ, ആ ലിപ്സ്റ്റിക്കിന് ഇട്ടേക്കണേ. ഇത് കാണിച്ചാൽ ഇതാണ്. ഞാൻ റെഡും അല്ല, വല്ലാണ്ട് ഉദിച്ച് നിൽക്കില്ല, ലൈറ്റ് ഷെയ്ഡായിട്ട് നിൽക്കും. അപ്പം നമുക്കിത് സ്മഡ്ജ് ചെയ്യുമ്പോൾ നോക്കാം. ഇല്ല, അത് നേരത്തെ ഞാൻ വരച്ച ഐലൈനറാണ്. അതിതല്ല, കാജലാണ്. അത് ഇതുവരെ പോയിട്ടില്ല. മാറ്റുമ്പോഴും പോകുന്നില്ല. അപ്പോൾ എനിക്കിതും വളരെ നല്ലതായി തോന്നി. കാരണം അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ലതാണല്ലോ. ഞാൻ സ്റ്റുഡിയോന്ന് വീണ്ടും വാങ്ങിച്ച എൻ്റെ ചപ്പൽ 399 ഞാൻ മേടിച്ച ചപ്പലാണിത്. 199 ഉണ്ട്, 299 ഉണ്ട്, 399 ഉണ്ട്. എനിക്ക് 399. എനിക്ക് ഹീൽസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹീൽസ് ഇടുമ്പോൾ ഈ ടൈമിൽ പ്രഗ്നൻ്റ് ആയ കാരണം ആരും സമ്മതിക്കില്ല ഹീൽസ് ഇടാൻ. കാരണം നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹീൽസ് ഇടാനായിട്ട് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കംഫർട്ടല്ല. പക്ഷേ എനിക്ക് ഹീൽസ് ഇടും വേണം. അപ്പോൾ ഞാൻ മൊത്തം ഹീലുള്ള ചെരുപ്പ് വാങ്ങിച്ചു. മൊത്തം ഹീലാണ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഹീലുള്ള ചെരുപ്പാണിത്. അതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് മൊത്തം ഇടുമ്പോൾ ഫ്ലാറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും നമുക്ക്.
അങ്ങനെ 399 അഫോർഡബിൾ റേറ്റിന് ഞാൻ വാങ്ങിച്ച സ്റ്റുഡിയോ സാൻഡൽ. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ സ്റ്റുഡിയോയിൽ തന്നെ എനിക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിയില്ല, അപ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പോൾ ഞങ്ങൾ നോക്കി വാങ്ങിച്ചതാണ്. ഹസ്ബൻഡും സാൻഡൽസ് തന്നെ വാങ്ങിച്ചു സ്റ്റുഡിയോ. ഇതിനും 399 തന്നെയാണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഇതും ഹീൽസ് ഉണ്ട്. ഒരു 5 ഉള്ള എൻ്റെ ഹസ്ബൻഡ് തൊട്ട് കഴിഞ്ഞൊരു 5, 6, 7 അതിൻ്റെ അടുത്തേക്ക് എത്തും. ഞാനും അങ്ങനെ തന്നെ 2-5 ഞാനും. അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ വൈപ്സ്. ജസ്റ്റ് 49 റുപ്പീസ് ഉള്ളൂ ഈ സൺസ്ക്രീൻ വൈപ്സിന്. മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വൈപ്സാണ് സൺസ്ക്രീൻ വൈപ്സ്. ഇതിൻ്റെ ഉള്ളൊരു ടിഷ്യൂ ആണ്. ഈ ടിഷ്യൂലാണ് നമ്മുടെ സൺസ്ക്രീൻ ഉള്ളത്. ഇത്ര ലെങ്ത് ഉണ്ടാവും ഒരു ടിഷ്യൂ, ഇത്ര ലെങ്ത് ഉണ്ടാവും. നല്ല സ്മെല്ല. ഇതിനുള്ളതാണ് സൺസ്ക്രീൻ ഉള്ളത്. നമുക്കപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനായിട്ട് ചിലർക്ക് പെട്ടെന്ന് ഇതാകുമ്പോൾ എളുപ്പം നമ്മുടെ കയ്യിൽ വെക്കാം, പേഴ്സിലൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്യാരി ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സൺസ്ക്രീൻ. ഞാനിതിനെ സ്പ്ലിറ്റ് ആക്കും, 2 എണ്ണാക്കും. എന്നിട്ട് ഒരെണ്ണം ഫേസിലും ബാക്കി ഒരെണ്ണം നെക്കിലും ഹാൻഡ്സിലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രെഡ്. ജസ്റ്റ് 49 സൺസ്ക്രീൻ, സ്റ്റുഡിയോ സൺസ്ക്രീൻ ജസ്റ്റ് 49 ഓൺലി. നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നെയിൽ പോളിഷ് റിമൂവർ. ഇത് ഞാൻ പറയാം, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത് വാങ്ങിച്ചോ, അത്ര എനിക്ക് നല്ലതാണ്. കാരണം എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് ഒക്കേഷൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ നെയിൽ പോളിഷ് മാറ്റുന്ന ആളാണ്. കൈമ നോക്കണ്ട, കൈമ ഞാൻ ഇടാറില്ല. എനിക്ക് നഖം കടിക്കൽ ഫോബിയ ഉണ്ട്. അത് കാരണം എൻ്റെ കൈമൊന്നധികം നഖം കാണില്ല. കാലുമയാണ് ഞാൻ നന്നായി നഖം വളർത്തുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചുരിദാർ ഇടുമ്പോൾ ഒരു കളറായിരിക്കും, ജീൻസിനൊപ്പം ഇടുമ്പോൾ വേറെ കളറായിരിക്കും. അങ്ങനെ എനിക്ക് എപ്പോഴും മാറ്റണം. അപ്പോൾ സാധാരണ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറൊന്നും എനിക്ക് അത്രയ്ക്ക് ബെനിഫിറ്റായിട്ട് തോന്നുന്നില്ല. പക്ഷേ സ്റ്റുഡിയോൻ്റെ ഇത് വളരെ നല്ലതാണ്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ആയി കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ബെസ്റ്റായിട്ട് തോന്നി. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം യൂസ് ചെയ്തു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവർ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് സ്റ്റുഡിയോയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് നിങ്ങളെ കാണിച്ചു. ചിലർ കഴിക്കേണ്ട ഭയങ്കര റേറ്റാണ് കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിലാകുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് സ്റ്റുഡിയോയിൽ കിട്ടും. ഓൺലൈനിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓഫറിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി സ്റ്റുഡിയോ ആകുമ്പോൾ ഞാൻ എപ്പോഴും പോയിട്ട് എനിക്ക് അടുത്തും അതാണ്, എനിക്ക് പോയിട്ട് വാങ്ങാനും എളുപ്പവും ഉണ്ട്. യൂസ് ചെയ്യുമ്പോഴായാലും കംഫർട്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ഐലൈനർ എഴുതിയിട്ട് ഇതാ പോകുന്നില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചാലും പോകുന്നില്ല. വെള്ളമാക്കിയിട്ടും പോകുന്നില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്യും?